എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ബോവ ഹാൻകോക്കിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ലൂഫിയെ മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ആക്ച്വലി റെയ്ലി അവനാണ് ബ്ലാക്ക് ബിയർഡിന്റെ കയ്യിൽ നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്തത്. മാത്രമല്ല ഡോക്ടർ വേക്കോഫ് പങ്ക് ആള് സീപ്രസന്റ് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പെഡൽ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരു പെഡൽ ബോർഡിന്റെ സഹായത്താലാണ് ഇപ്പൊ നേവി സോൾജേഴ്സ് എല്ലാവരും ബോവ ഹാൻകോക്കിന്റെ ആ ഒരു ഐലാൻഡ് ബ്രേക്ക് ചെയ്ത് അവിടേക്ക് വന്നത്. ബോവ ഹാൻകോക്കിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇനി അവർക്ക് ആ കോംബെൽറ്റിലും അവർക്ക് രക്ഷയില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും നേവി ആൾക്കാരും ബിയർഡിനെ പോലുള്ളവരും തീർച്ചയായിട്ടും അവിടേക്ക് എത്തും. അത് അവൾക്കും അവളുടെ ഐലാൻഡിനും വലിയ അപകടമായിരിക്കും ഉണ്ടാക്കുക. റെയ്ലി ആണെങ്കിൽ ആ സമയത്ത് അവിടേക്ക് എത്തി അവളെ പ്രൊട്ടക്ട് ചെയ്തു. അവളാണെങ്കിൽ ആകെ ടെൻസ്ഡായി തളർന്നങ്ങനെ കിടക്കുകയാണ്. റെയ്ലി അവളെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവും വിധം എല്ലാ സപ്പോർട്ടും ഹെൽപ്പും അത് ഞാൻ നിനക്ക് ചെയ്തു തരും. പക്ഷെ ഹാൻകോക്ക് ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആക്ച്വലി ബ്ലാക്ക് ബിയർഡ് അവൻ വളരെ പവർഫുൾ ആണ്. സർക്കംസ്റ്റാൻസസ് അത് നമുക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നെ ആ സമയം അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനായത്. നിനക്ക് ഇനിയും പ്രൊട്ടക്ഷൻ തരാൻ ആൾക്കാർ ആവശ്യമാണെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ബാക്കിൽ ബ്ലാക്ക് ബിയർഡ് ഹാൻകോക്കിനെ അവൾ അങ്ങനെ കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തുകയാണ്. അവളുടെ അസിസ്റ്റൻസിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ബ്ലാക്ക് ബിയർഡിനെതിരായിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയാൽ അടുത്ത നിമിഷം ബ്ലാക്ക് ബിയർഡ് അവളെ കൊന്നുകളയാന്നുള്ള പേടി അതവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരനങ്ങാതെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ബ്ലാക്ക് ബിയർഡിന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ബോവ ഹാൻകോക്കിന്റെ ആ പവർ അത് സ്വന്തമാക്കുക. അതുപോലെ തന്നെ അവൾ കല്ലാക്കി മാറ്റിയിരിക്കുന്ന അവളുടെ അസിസ്റ്റൻസിനെ എല്ലാവരെയും നോർമലാക്കുക. അപ്പൊ ദൂരത്തായിട്ട് കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ബിയർഡ് ഹാൻകോക്കിനെ കൊല്ലും. അങ്ങനെ കൊന്ന അവൾ ഫ്രീസാക്കിയ ആ ഒരു നേവി സോൾജേഴ്സ് അവരെല്ലാവരും കൊല്ലപ്പെടും. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് എൻ്റെ അസിസ്റ്റൻസിനെ അവരെ നോർമലാക്ക്. അതിന് അവളാണെങ്കിൽ ട്രിക്കി ആയിട്ട് പറയും, എൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്താൽ അവരെ നോർമലാക്കാം. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ച് ഇപ്പൊ കണ്ണാടി പയ്യനെ നോക്കും. ആക്ച്വലി റോക്ക് സ്പൈറ ടീമിലുണ്ടായിരുന്ന ആ ലേഡി അവളെ തകർക്കാൻ ഹെൽപ്പ് ചെയ്തത് നീയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയും. പയ്യനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പൊ അവൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന അതേ സമയമായിരിക്കും സാക്ഷാൽ റെയ്ലി അങ്ങനെ ഹായ് ആയിട്ട് അതുവഴി കടന്നു വരിക. ഇവിടെ കണ്ണാടി പയ്യനാണെങ്കിൽ ബ്ലാക്ക് ബിയർഡിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് നീ അവളെ വെറുതെ വിടണം. അതല്ല എങ്കിൽ നിന്റെ ടീമിൽ മാത്രമല്ല ഒരുപാട് നേവി സോൾജേഴ്സ് അവർക്കും അവരുടെ ജീവൻ നഷ്ടാവുമെന്ന് പറയും. ഹാൻകോക്ക് ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡിനോട് തീർത്ത് പറയും, നീ കൈ അയച്ചാൽ മാത്രമേ ഞാനത് ചെയ്യൂ. ശേഷം നീ നിന്റെ ആൾക്കാരും എന്റെ ഐലാൻഡിൽ നിന്ന് പോകണം. അത് കേട്ട് ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ വിട്ട അടുത്ത നിമിഷം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ സംഭവിച്ചാൽ അത് എനിക്കും ആപത്താണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവളുടെ കഴുത്ത് ഞെരിക്കുകയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ ഇത് കണ്ട് ടെൻസ്ഡായി ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, ബ്ലാക്ക് ബിയർഡ് ഞാൻ പറയുന്നത് കേൾക്ക്, ദയവ് ചെയ്ത് നീ അത് ചെയ്യരുത്. അപ്പൊ ദൂരത്തായിട്ട് സാക്ഷാൽ റെയ്ലി അവനാണെങ്കിൽ എന്റെ ഹോക്കി പവർ അതങ്ങനെ റിലീസ് ചെയ്ത് അവിടേക്ക് കടന്നു വരികയാണ്. ബോവ ഹാൻകോക്ക്, ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റായി പോയെന്ന് പറഞ്ഞ് അവനിപ്പോ അവരുടെ അടുത്തേക്ക് വരും. റെയ്ലി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് പുറത്തേക്ക് എടുക്കും. അടുത്ത നിമിഷം ലിമിറ്റഡ് ആയിട്ട് ഹോക്കി പവർ അത് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ബിയർഡ് പോലും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവനാണെങ്കിൽ ഇപ്പോ ഹാൻകോക്കിനോട് വിളിച്ചു പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും വേഗം നീ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരെ എല്ലാവരെയും നോർമലാക്ക്. ബാക്കിയുള്ള ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. റെയ്ലി പറഞ്ഞതനുസരിച്ച് ഇപ്പൊ എല്ലാവരെയും അൺലോക്ക് ചെയ്ത് അവിടുന്ന് വിടുകയാണ്. അതിനുശേഷം ബ്ലാക്ക് ബിയർഡ് റെയ്ലി അവന്റെ പവറൊക്കെ കാണിച്ച് കൺവിൻസ് ചെയ്ത് അവിടുന്ന് പറഞ്ഞയക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. റെയ്ലിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം തോന്നിയത് ആ രണ്ട് പവർഫുൾ ആയ കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞിച്ചക്കനെയും കണ്ടിട്ടാണ്. ആക്ച്വലി വാർലോഡ്സിന് പകരം തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരെയാണ്. അവരുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. ഹാൻകോക്ക് ആണെങ്കിൽ ആ രണ്ട് കുട്ടികളെയും മനസ്സിൽ ആലോചിക്കും. അതിൽ ആ പെൺകുട്ടി അവളെ കാണാൻ ചെറുപ്പത്തിൽ ഹാൻകോക്ക് അവൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്. സോ അവൾ അവരുടെ ഫൈറ്റിംഗ് സ്കില്ലും അപ്പം നടന്ന സംഭവങ്ങളും അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ബ്ലാക്ക് ബിയർഡ് അവനാണെങ്കിൽ നമ്മുടെ കണ്ണാടി പയ്യനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇവിടെ വെച്ച് നേവിയുമായിട്ട് വിലപേശുക എന്നതാണ് അവന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. അതേസമയം നേവി ആൾക്കാർ അവരാണെങ്കിൽ അതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ഇനി എത്രയും വേഗം ആ വാർലോഡ്സുകളെ എല്ലാം തന്നെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോ സ്വീകരിച്ചത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ റെവല്യൂഷണറി ആർമിയെ കാണിക്കും. അവരാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ച് ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം സാബോ അവൻ
അലപ്പസ്റ്റയുടെ കിങ് ആയിട്ടുണ്ടായിരുന്ന കോബറയെ കൊന്നു എന്നുള്ള ന്യൂസ് അതവർക്ക് വലിയൊരു ഷോക്കിംഗ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ടുപോയെന്നായിരിക്കും ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക. ന്യൂസ് വായിച്ചവരാരും തന്നെ അത് വിശ്വസിച്ചിട്ടില്ല. കാരണം അവർക്ക് അവനെ നന്നായിട്ട് അറിയാം, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ആബോയെ ഓർത്ത് എല്ലാവർക്കും ഒരുപാട് ടെൻഷനാണ്. എങ്ങനെയെങ്കിലും അവനെ തിരികെ പിടിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുള്ള ഒരു ജിജ്ഞാസ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഡ്രാഗനും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇൻ കേസ് അത് ന്യൂസിൽ വായിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവനാണ് ചെയ്തതെങ്കിൽ അവനുള്ള പണിഷ്മെന്റ് അത് ഞാൻ കൊടുക്കുമെന്ന് ഡ്രാഗൺ തീർത്തു പറയും. ഡ്രാഗൺ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്യും. അപ്പോൾ അവന്റെ തൊട്ട് മുൻപിൽ സാക്ഷാൽ കൂമ. ഇതാണ് റിയൽ കൂമ. സെലസ്റ്റിയൽ ഡ്രാഗൺസും നേവിക്കാരും അവരെന്തൊക്കെയാണ് അവനോട് ചെയ്തതെന്ന് അവൻ ഒന്നൊന്നായിട്ട് പറയാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവിടേക്ക് ഒരു കോള് വരിക. അവിടേക്ക് കോള് വരുന്ന കാര്യം ഇവിടെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ ട്രാക്കർ ഉപയോഗിച്ച് മനസ്സിലാക്കും. അതിനുശേഷം ആ കോള് അത് അവർ ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടേക്ക് വന്ന കോള് അത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ സാബോയുടേതാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫി. അവനാണെങ്കിൽ ആ ന്യൂസ് വായിച്ച് ഷോക്കാവും. ഓ നോ, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. സാബോ അവൻ അങ്ങനെയുള്ള ഒരാളല്ല. അവൻ ഒരിക്കലും ദിവ്യയുടെ പപ്പയെ കൊല്ലില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബഹളം വെച്ച് പല്ല് കിടന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉരുളാനായിട്ട് തുടങ്ങും. റോബിനും ആ റവല്യൂഷണറി ആർമിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവരങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും കിങ്സിനെ അവരൊന്നും തന്നെ ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടീംമേറ്റ്സിനോട് പറയും, നമുക്ക് എത്രയും വേഗം അലപ്പസ്റ്റയിലേക്ക് പോവാം, അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നേരിട്ട് പോയിട്ട് അന്വേഷിക്കാം. അതിന് സോറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അവരെ കാണാതെ പോയത് അവിടെ വെച്ചല്ല, മറി ജോയ്സിൽ വെച്ചാണ്. ലൂഫി ആണെങ്കിൽ അതിന് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഉടനെ കരീബു ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, അയ്യോ വേണ്ട വേണ്ട, അത് നേവി ബേസ് ആണ്, അവിടേക്ക് പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അത് കേട്ടു കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ ആ ബാരൽ ചവിട്ടി തെറിപ്പിക്കും. ഓർവാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നമ്മളിപ്പോൾ അവിടേക്ക് പോകാൻ പാടില്ല, അത് വലിയ അപകടമാണ്. ഓൾറെഡി നമുക്കിപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട്. ലൂഫി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ തീർച്ചയായിട്ടും വാർ നടത്തും. അതിന് സോറോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നമ്മുടെ മുൻപിൽ യാതൊരു ലീഡും ഇല്ല, ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന് പറയും. ഇവിടെ ചോപ്പർ ആണെങ്കിൽ ആ കിങ്ങിനെ കുറിച്ച് ആലോചിക്കും. അദ്ദേഹം അലപ്പസ്റ്റയിലെ കിങ് ആയിരുന്നിട്ട് പോലും നമ്മുടെ ആൾക്കാരുടെ എല്ലാം മുൻപിൽ തല താഴ്ത്തി നന്ദി പറഞ്ഞു. സോ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവനങ്ങനെ വിഷമിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, എങ്ങനെയെങ്കിലും എന്റെ ബ്രദർ സാബോയെയും വിവിയെയും കണ്ടെത്തണം. അതിന് ഫ്രാങ്കി പറയും, നീ നിന്റെ ബ്രദർ എയ്സിനെ കുറിച്ച് ഇത്തരത്തിലായിരുന്നില്ല പറഞ്ഞത്, അവന് സഹായം എന്ന വാക്ക് അതൊട്ടും ഇഷ്ടമല്ല എന്നാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ സാബോയെ അന്വേഷിച്ചു പോയാൽ അവൻ ഇഷ്ടമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, എന്തൊക്കെയാണെങ്കിലും എനിക്ക് അവരെ അന്വേഷിച്ചേ പറ്റൂ. അത് കേട്ട് സാഞ്ചി ആണെങ്കിൽ അഭിപ്രായം പറയാണ്. സോറോ ആണെങ്കിൽ അവനെ കളിയാക്കും, ബൗണ്ടിയിൽ 4ാമത്തെ ആളാണ്, സോ നിന്റെ അഭിപ്രായം ഇപ്പൊ ഇവിടെ സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് കൺട്രോൾ പോയ സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ സോറോയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതേസമയം റോബിൻ ആണെങ്കിൽ വീണ്ടും ആ ഒരു ന്യൂസ് പേപ്പറിലെ അടുത്തടുത്ത ന്യൂസുകൾ വായിച്ച് ഷോക്കാവുകയാണ്. അവളുടെ എക്സ്പ്രഷൻ കണ്ട് ഇപ്പൊ ബാക്കിയുള്ളവർ ചോദിക്കും, റോബിൻ ന്യൂസ് പേപ്പറിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവള് പറയും, ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ അത് അഫക്റ്റ് ചെയ്യില്ല. ഹെവി ആ വാർലോഡ് സിസ്റ്റം അത് മുഴുവനായിട്ടും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വാർലോഡ്സുകളെ അറസ്റ്റ് ചെയ്യാനും അവർ ഉത്തരവിറക്കി കഴിഞ്ഞു. അതിനുശേഷം റോബിൻ ആണെങ്കിൽ ബഗ് ക്രിയേറ്റ് ചെയ്ത ആ അലയൻസിനെ കുറിച്ച് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. പിന്നീട് പുതിയ വാർലോഡ്സിന്റെ പേരുകൾ വായിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ പേര് വാർലോഡ് സ്ഥാനത്ത് കേൾക്കുമ്പോൾ വല്ലാതെ തോന്നും. അയ്യോ ഇല്ല ഇല്ല, എന്റെ പേര് ഒരിക്കലും വാർലോഡ് സ്ഥാനത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കും. അതിനുശേഷം അവളാണെങ്കിൽ ഇപ്പൊ സാബോയുടെ ന്യൂസ് അത് വായിക്കും. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, അത് ഫേക്കാണ്, സാബോയെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് വീണ്ടും പറയും. ജനിച്ചത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റോയൽ ഫാമിലിയിലാണ്. അവന് ആ ഒരു കൂടുതൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് വന്ന് ലൂഫിയുടെയും എയ്സിന്റെയും ബ്രദറായി മാറി. അവർ 3 പേരും ഒന്നിച്ച് ജീവിച്ചു. അതിനുശേഷം അവർ ഒന്നിച്ച് ആവാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പുറപ്പെട്ടു. ഇപ്പൊ അവർ 3 പേരിൽ അവർക്ക് എയ്സിനെ നഷ്ടമായി. ആകെ ലൂഫിക്ക് ബാക്കിയുള്ള ഒരു ബ്രദർ അത് സാബോ മാത്രമാണ്. അങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തീർത്തതിന് ശേഷം നമ്മുടെ ലൂഫി ആണെങ്കിൽ അവന്റെ ഡ്രീമിനെ കുറിച്ച് പറയും. അത് കേട്ട് എല്ലാവർക്കും ഭയങ്കര ഷോക്ക്. ലൂഫി ആണെങ്കിൽ അവരോട് പറയും, ഈ ഒരു എക്സ്പ്രഷനിൽ എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല, എന്റെ ഈ ഡ്രീം കേട്ട എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എക്സ്പ്രഷൻ തന്നതെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ടിരിക്കുന്നതോടുകൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.